കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. So welcome to IGNOU Focus 6.0 IGNOU മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് MMPC 009 MBA. സോ MMPC 009 എന്ന് പറയുന്നത് നമ്മുടെ MBAയുടെ സെക്കൻഡ് സെമിസ്റ്ററിന്റെ പേപ്പർ മാനേജ്മെന്റ് ഓഫ് മെഷീൻസ് ആൻഡ് മെറ്റീരിയൽസ് ആണ്. സോ ആ ഒരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. നമ്മൾ ഈ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു MMPC 009ന്റെ നമുക്കിപ്പം ടേം ആൻഡ് എക്സാമിനേഷൻ പേപ്പേഴ്സും അസൈൻമെന്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് എക്സാം പാറ്റേണും അതേപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഹൈ ഈൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ആൻഡ് കൂടുതൽ വരാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, പിന്നെ അതേപോലെ ഒരു 2 പ്രഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റും കൂടെ നമ്മളിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതേപോലെ ഒരു സ്ട്രക്ചേർഡ് ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും റിവൈസ് ചെയ്യുകയാണെങ്കിലും ഒക്കെ ഈ ഒരു ഗൈഡ് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നല്ല രീതിയിൽ സ്ട്രെസ് ഒക്കെ മാറ്റി വെച്ച് ഫോക്കസ് ആയിട്ട് ഫുൾ അറ്റൻഷനോടുകൂടി ഈ ഒരു സെഷൻ നിങ്ങൾ കാണുക. അതേപോലെ നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ആ ഒരു പ്രോസസ്സ് കൊണ്ടുപോവുക. ലൈക്ക് പാനിക്കൊന്നും ആവാതെ കാമായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ കൊണ്ടുപോകാം. സോ നമുക്ക് ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഈ ഒരു മെയിൻലി ഈ ഒരു ടെക് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഇതിൽ നമ്മൾ കറന്റ് പ്രിപ്പറേഷൻ ലെവൽ വെച്ചിട്ട് നിങ്ങൾ ചൂസ് ചെയ്യാണ് ചെയ്യേണ്ടത്. സോ അതിലെ പാർട്ട് 1 ദാറ്റ് ഇതിൽ നമ്മളിപ്പം ഇനി എക്സാമിന് 30 days ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ദാറ്റ് നമ്മൾ ആ ഒരു 1 monthന് നമ്മൾ എങ്ങനെയാണ് കവർ ചെയ്യേണ്ടത്, അതിന്റെ ഫുൾ കവറേജും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. സോ വീക്ക് 1 നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻവെന്ററി എന്നുള്ള ദാറ്റ് ഇസ് ടോപ്പിക്, അതായത് യൂണിറ്റ് 11 വരുന്നതാണ്. സോ അതിന്റെ എല്ലാ ദാറ്റ് ഇസ് കൺസെപ്റ്റും പ്രോസസ്സ് ബിഹേവിയറൽ ആസ്പെക്ട്സ് അതേപോലെ എല്ലാ കാര്യം കോസ്റ്റ് റിഡക്ഷൻ ഇതെല്ലാം നമ്മുടെ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ FAST ഇതെല്ലാം നമ്മുടെ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും വന്നിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ യൂണിറ്റ് 12 പർച്ചേസ് ഫംഗ്ഷൻ, ഇൻവെന്ററി കൺസെപ്റ്റ്, ഫംഗ്ഷൻസ് ഓഫ് ഇൻവെന്ററി, EOQ, വെണ്ടർ ഇവാലുവേഷൻ, ഇത്രയും ടോപ്പിക്കുകൾ വീക്ക് 1 കവർ ചെയ്യാം. വീക്ക് 2 പോകുന്ന സമയത്ത് പ്രൊഡക്ഷൻ സിസ്റ്റം ആൻഡ് പ്രോജക്ട്സ് ആണ്. സോ നമ്മൾ യൂണിറ്റ് 5 മാസ് പ്രൊഡക്ഷൻ, ക്യാരക്ടറിസ്റ്റിക്സ്, അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ്, ഫ്ലോ പ്രോസസിംഗ് നോക്കുക. യൂണിറ്റ് 8 PERT ആൻഡ് CPM അതേപോലെ ക്രിട്ടിക്കൽ പാത്ത്, പ്രൊജക്ട് പ്ലാനിംഗ് എന്താണ്, നെറ്റ്വർക്ക് ഡയഗ്രാംസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് കപ്പാസിറ്റി ആൻഡ് കോഡിഫിക്കേഷനിൽ യൂണിറ്റ് 9 പോകുമ്പോൾ കപ്പാസിറ്റി കൺസെപ്റ്റ് അതേപോലെ ടൈപ്സ് ഓഫ് കപ്പാസിറ്റി, പ്ലാനിംഗ് പ്രോസസ് എങ്ങനെയാണ്, ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ്, പിന്നെ യൂണിറ്റ് 13 സ്റ്റാൻഡർഡൈസേഷൻ, ബെനിഫിറ്റ്സും കോഡിഫിക്കേഷൻ സിസ്റ്റം. അതിലിപ്പം കോഡിഫിക്കേഷൻ ഓരോ മോഡൽസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ മെറ്റീരിയൽസിന്റെ ക്ലാസിഫിക്കേഷനും വെറൈറ്റി റിഡക്ഷൻ, ഇത്രയും ടോപ്പിക്കാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത്. പിന്നെ അടുത്തത് വരുന്നതാണെങ്കിൽ ബാക്കിയുള്ള യൂണിറ്റ്സിലേക്കും പിന്നെ നമ്മൾ ഈ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. സോ അതിൽ യൂണിറ്റ് 4 ഒന്ന് കവർ ചെയ്യാം. അതിൽ പ്ലാൻ ലേഔട്ട് ടൈപ്പ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഒന്ന് കവർ ചെയ്യണം. പിന്നെ യൂണിറ്റ് 6 പോകുമ്പോൾ ബാച്ച് പ്രൊഡക്ഷൻ, ഒപ്റ്റിമം ബാച്ച് സൈസ് കവർ ചെയ്യണം. പിന്നെ യൂണിറ്റ് 10 വർക്ക് മെഷർമെന്റ്, ജോബ് ഡിസൈൻ ഫാക്ടേഴ്സ് കവർ ചെയ്യാം. യൂണിറ്റ് 14 വേസ്റ്റ് മാനേജ്മെന്റ്, അതിന്റെ IOW മോഡൽ കവർ ചെയ്യണം. സോ ദാറ്റ് ഇസ് ഈ ഒരു രീതിയിൽ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഈ പറയുന്ന എല്ലാ ടോപ്പിക്സുകളും കവർ ചെയ്യാം. ആൻഡ് നമ്മൾ ഇവിടെ തന്നിട്ടുള്ള പ്രാക്ടീസ് സെറ്റും കൂടെ 2 പ്രാക്ടീസ് സെറ്റ് ഉണ്ട്, അതും കൂടെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാം കേട്ടോ. സോ മെയിൻ ടാർഗറ്റ് കൊടുക്കേണ്ടത് യൂണിറ്റ് 5, യൂണിറ്റ് 8, യൂണിറ്റ് 9, യൂണിറ്റ് 11, യൂണിറ്റ് 12 ആൻഡ് യൂണിറ്റ് 13 ആണ്. അതിനുശേഷം നമ്മുടെ ടൈമും കാര്യങ്ങളും അനുസരിച്ച് യൂണിറ്റ് 4, യൂണിറ്റ് 6, യൂണിറ്റ് 10 ആൻഡ് യൂണിറ്റ് 14 കൂടെ കവർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. ഇനി അടുത്തത് നമ്മളിപ്പോൾ ഒരു 15 daysലാണ് നമ്മൾ എക്സാം വരികയാണെങ്കിൽ നമുക്ക് മെയിൻലി ഫോക്കസ് ചെയ്യാനുള്ളതെന്ന് പറയുകയാണെങ്കിൽ ഏതൊക്കെ യൂണിറ്റ്സ് ആണ് അല്ലെങ്കിൽ അതിൽ വരുന്ന കോമൺ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ ദാറ്റ് ഇസ് ഫസ്റ്റ് നമ്മൾ ഒരു 1 to 3 days നമ്മൾ കവർ ചെയ്യേണ്ടത് യൂണിറ്റ് 11 ആണ്, വാല്യൂ എഞ്ചിനീയറിംഗ്, അതിന്റെ കൺസെപ്റ്റ്, പ്രോസസ്, സ്റ്റെപ്പ്, ഇമ്പോർട്ടൻസ്, അതിന്റെ ഡിഫറെന്റ് ആസ്പെക്ട്സ്, FAST ടെക്നിക്ക്, വാല്യൂ എഞ്ചിനീയറിംഗ് വൈസ് കോസ്റ്റ് റിഡക്ഷൻ,
പിന്നെ ഈ ടോപ്പിക്സ് എല്ലാം ഒരു 8 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ 8ലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്തെടുക്കുകയാണെങ്കിൽ യൂണിറ്റ് 12 നോക്കുകയാണെങ്കിൽ പർച്ചേസ് ആൻഡ് ഇൻവെന്ററി ആണ്. സോ അതിൽ നമുക്ക് പർച്ചേസ് ഒബ്ജക്റ്റീവ്സ്, അതേപോലെ റിക്വസിഷൻ ടൈപ്പ്, വെണ്ടർ ഇവാലുവേഷൻ, ഇൻവെന്ററി കൺസെപ്റ്റ്, ഫംഗ്ഷൻസ്, EOQ, എക്സ്ചേഞ്ച് കർവ്, ഇൻവെന്ററി കോസ്റ്റ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കവർ ചെയ്യേണ്ട ടോപ്പിക്കാണ്. അടുത്ത ഡേയ്സിലേക്ക് നോക്കുമ്പോൾ മാസ് പ്രൊഡക്ഷൻ, യൂണിറ്റ് 5 മാസ് പ്രൊഡക്ഷനും യൂണിറ്റ് 9 കപ്പാസിറ്റി പ്ലാനിങ്ങും ആണ്. സോ അതിൽ നമുക്ക് മാസ് പ്രൊഡക്ഷൻ നോക്കണം, അതിന്റെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, പിന്നെ ഫ്ലോ പ്രോസസ്സിംഗ് നോക്കുക. പിന്നെ കപ്പാസിറ്റി പ്ലാനിങ്ങിലേക്ക് വരുമ്പോൾ കപ്പാസിറ്റി ടൈപ്പ്, അതിന്റെ പ്ലാനിങ് പ്രോസസ്സ്, ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് കവർ ചെയ്യാം. സോ ഇത്രയും ടോപ്പിക്കുകൾ മസ്റ്റ് ആയിട്ട് കവർ ചെയ്യാം. ഇനി എമർജൻസി എന്നൊരു സിറ്റുവേഷൻസിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ യൂണിറ്റ് 11 വാല്യൂ എഞ്ചിനീയറിംഗിലുള്ള എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യുക. കാരണം നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ആ ഒരു ടോപ്പിക്ക് വന്നിട്ടുണ്ട്. പിന്നെ യൂണിറ്റ് 12 ഇൻവെന്ററി ആൻഡ് പർച്ചേസിംഗ് ആണ്. സോ അത് ഒരു 8ൽ 7 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും വന്നിട്ടുള്ള ടോപ്പിക്കാണ്. അതിൽ ഇൻവെന്ററി ഫംഗ്ഷൻസ്, പർച്ചേസിംഗ് ഒബ്ജക്റ്റീവ്സ്, വെണ്ടർ ഇവാലുവേഷൻ എല്ലാം. അതിന്റെ കൂടെ യൂണിറ്റ് 5 മാസ് പ്രൊഡക്ഷൻ, അതിന്റെ ഡെഫിനിഷൻ, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് കവർ ചെയ്യാം. ഇനി നമ്മൾ യൂണിറ്റ് 9 കപ്പാസിറ്റി പ്ലാനിങ്ങിലേക്ക് പോകുമ്പോൾ അതിന്റെ ഡെഫിനിഷൻ, ടൈപ്സ് ഓഫ് കപ്പാസിറ്റി, പ്ലാനിങ് സ്റ്റെപ്പ്, ഇതെല്ലാം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കവർ ചെയ്യണം. ഇനി നമ്മുടെ ഒരു എക്സാം പാറ്റേൺ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്ട്രക്ചർ, ഇത് നമ്മൾ ബേസിക്കലി നമ്മുടെ പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബേസിസിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എക്സാം നമ്മൾ യൂഷ്വലി നോക്കുകയാണെങ്കിൽ 100 മാർക്സിന്റെ എക്സാം ആണ് ഈ ഒരു പേപ്പർ. 3 മണിക്കൂറാണ് നിങ്ങൾക്ക് എക്സാം ഡ്യൂറേഷൻ ഉള്ളത്. അതിൽ യൂഷ്വലി നമുക്ക് 7 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ആൻഡ് ഈച്ച് ക്വസ്റ്റ്യൻസ് 20 മാർക്സ് വെച്ചിട്ടായിരിക്കും ഉണ്ടാവും. സോ ഇത് എപ്പോഴും നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ഈ ഒരു നമ്മൾ മെയിൻലി ഈ ഒരു എക്സാമിന്റെ ഫോർമാറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു 8 സെഷൻസ് ആണ് അല്ലെങ്കിൽ 8 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. സോ അതിലെല്ലാം ഐഡന്റിക്കൽ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതുവരെ 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ് എന്ന രീതിയിലാണ്. ഓരോ ക്വസ്റ്റ്യനും 20 മാർക്ക്. അപ്പൊ 5 × 20 100 മാർക്സ് എന്ന രീതിയിലാണ് നമുക്ക് പാറ്റേൺ വരുന്നത്. ആൻഡ് ഇതിൽ 7 ക്വസ്റ്റ്യൻസ് പറയുകയാണെങ്കിൽ അതിൽ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു 3 5 3 ടോപ്പിക് എഴുതുക, ആ രീതിയിൽ ഷോർട്ട് ആൻസേഴ്സും കൂടെ അതിൽ ഇൻക്ലൂഡ് ആവാറുണ്ട്. ഇനി വരുന്ന വാല്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റിൽ വരുന്ന ടോപ്പിക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ചോദിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് 20 മാർക്കിനായിട്ട് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ അതിന് മസ്റ്റ് ആയിട്ട് എന്തായാലും ക്വസ്റ്റ്യൻ വരും. ഇനി ഒരു എക്സാം പേപ്പറിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. സോ ഇതിൽ നമുക്കൊരു ബ്ലോക്ക് 1 നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 ഏകദേശം ഒരു 22% ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ബ്ലോക്ക് 2ലേക്ക് നോക്കുകയാണെങ്കിൽ 28% ആണ്. ബ്ലോക്ക് 3 എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം 28% ആണ്. ബ്ലോക്ക് 4 എന്ന് പറയുന്നത് 22%. സോ ഓവറോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഒരുവിധം എല്ലാ ബ്ലോക്കിലും നമുക്ക് വരുന്നത്. ഇനി അടുത്താണ് ഹൈൽഡ് സിലബസ് മാപ്പ് എന്ന് പറയുന്നത്. നമുക്കിതിൽ യൂണിറ്റ് വൈസ് നമുക്ക് എങ്ങനെയാണ് നോക്കേണ്ടത്, അല്ലെങ്കിൽ ഇപ്പം മെയിൻലി ഹൈൽഡ് നമുക്ക് 3 ടയർ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് 3 എണ്ണമായിട്ടാണ് തന്നിട്ടുള്ളത്. അതായത് ഹൈൽഡ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സെഷനും വരുന്ന ക്വസ്റ്റ്യൻസ്, എല്ലാ എക്സാംസിനും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് അത് പഠിച്ചാൽ എന്തായാലും പാസ്സാവുള്ള മാർക്കും അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മീഡിയം ഈൽഡിൽ പോവുകയാണെങ്കിൽ ഫ്രീക്വന്റ്ലി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ചുകൂടെ നമുക്ക് സ്കോർ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ പഠിക്കുന്നത് നല്ലതാണ്. പിന്നെ ലോ ഈൽഡ് എന്ന് പറയുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ ഒക്കേഷണലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ലോ ഈൽഡിൽ വരുന്നത്. സോ അതനുസരിച്ചാണ് നമ്മൾ ഹൈൽഡ് ടോപ്പിക് പഠിക്കാൻ നമ്മുടെ 50% നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മീഡിയം ആണെങ്കിൽ അതനുസരിച്ച് ഒരു 30%, ലോ ഈൽഡിലാണെങ്കിൽ നമ്മൾ 20% ഒരു ടൈം കൊടുത്തിട്ട് നമ്മൾ ടോപ്പിക്കുകൾ പഠിച്ച് കവർ ചെയ്യാം. സോ ഇനി മൂവിങ് ടു നമ്മൾ ഓരോ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് നമുക്ക് വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, അത് എത്ര ഫ്രീക്വൻസിയിൽ ചോദിച്ചിട്ടുണ്ട്, ലേറ്റസ്റ്റ് ആയിട്ട് ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ചോദിച്ചത്, അതിന്റെ ടയർ പറഞ്ഞാൽ അറിയാലോ, 3 സ്റ്റാർ ആണെങ്കിൽ അത് ഹൈൽഡ്, 2 സ്റ്റാർ ആണെങ്കിൽ അതൊരു മീഡിയം, ആൻഡ് 1 സ്റ്റാർ ആണെങ്കിൽ നമുക്കത് ലോ എന്ന രീതിയിലാണ് വരുന്നത്. സോ അതിൽ ഫസ്റ്റ് നമുക്ക് ബ്ലോക്ക് 1 4 യൂണിറ്റുകൾ വരുന്നുണ്ട്. സോ ആ 4 യൂണിറ്റിൽ യൂണിറ്റ് 1 ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഓവർവ്യൂ എന്നുള്ളത്. അതാണ് യൂണിറ്റിന്റെ ടൈറ്റിൽ. സോ അതിൽ നിന്ന് നമുക്ക് ഒരു 4 പ്രാവശ്യമായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഡിസംബർ 2025 വന്നിട്ടുള്ളത്. ആൻഡ് ഒരു മീഡിയം ഈൽഡിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 1 എന്ന് പറയുന്നത്. യൂണിറ്റ് 2 നോക്കുകയാണെങ്കിലും സെയിം, ദാറ്റ് പ്രൊഡക്റ്റ് സെലക്ഷൻ ആൻഡ് പ്രോസസ് സെലക്ഷൻ ആണ്. ഒരു 5 ടൈംസ് ക്വസ്റ്റ്യൻസ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഡിസംബർ 2025 വന്നത്. ഒരു മീഡിയം ഈൽഡ് ടോപ്പിക്സ് ആണ്. പിന്നെ യൂണിറ്റ് 3 ഫെസിലിറ്റീസ് ലൊക്കേഷൻ ആണ്. അതും ഒരു 4 പ്രാവശ്യം വന്നിട്ടുണ്ട്. ആൻഡ് ലേറ്റസ്റ്റ്ലി ഡിസംബർ 2025 വന്നിട്ടുള്ളത്. ഒരു മീഡിയം ഈൽഡ് ആയിട്ട് വരുന്ന ഇമ്പോർട്ടൻസ് ആ ഒരു രീതിയിലാണ് അതിൽ നിന്ന് നമുക്ക് ടോപ്പിക്സ് വരുന്നത്. ഇനി യൂണിറ്റ് 4ലേക്ക് പോകുമ്പോൾ ഫെസിലിറ്റീസ്, ലേ ഔട്ട് ആൻഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആണ്.
സോ അത് നമുക്കൊരു 5 ടൈംസ് ഏകദേശം വന്നിട്ടുണ്ട്. മീഡിയം ആയിട്ട് വരുന്ന മീഡിയം ഈൽഡ് ടോപ്പിക് ആണ്. ഇനി ബ്ലോക്ക് 2ലേക്ക് പോകുന്ന സമയത്ത് യൂണിറ്റ് 5, 6, 7, 8 ആണ്. സോ അതിൽ യൂണിറ്റ് 5 പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഫോർ മാസ് പ്രൊഡക്ഷൻ ഒരു 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സോ അതൊരു ഹൈ ഈൽഡ് ടോപ്പിക് ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ കവർ ചെയ്യേണ്ട ടോപ്പിക് ആണ്. ഇനി യൂണിറ്റ് 6ലേക്ക് വരുന്ന സമയത്ത് പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഫോർ ബാച്ച് പ്രൊഡക്ഷൻ ആണ്. അതൊരു 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ഒരു മീഡിയം ഈൽഡിൽ വരുന്നതാണ്. ഇനി യൂണിറ്റ് 7ലേക്ക് പോകുന്ന സമയത്ത് പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഫോർ ജോബ് ഷോപ്പ് പ്രൊഡക്ഷൻ ആണ്. അതും ഒരു 4 പ്രാവശ്യം ചോദിച്ചിട്ട് ഒരു മീഡിയം ലെവലിൽ വരുന്നതാണ്. ആൻഡ് യൂണിറ്റ് 8 എന്ന് പറയുന്നത് പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഓഫ് പ്രോജക്ട്സ് ആണ്. 6 ടൈംസ് ചോദിച്ചിട്ട് ഹൈ ഈൽഡ് അല്ലെങ്കിൽ ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടോപ്പിക് ആണ്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 9 കപ്പാസിറ്റി പ്ലാനിങ് ആണ്. അതും 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക് ആണ്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 10 വർക്ക് ആൻഡ് ജോബ് ഡിസൈൻ ആണ്. ഒരു 5 ക്വസ്റ്റ്യൻസിലാണ് ചോദിച്ചിട്ടുള്ളത്. ലാസ്റ്റ് ജൂൺ 2025 അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഒരു മീഡിയം ലെവലിൽ വരുന്ന ടോപ്പിക് ആണ്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 11ലേക്ക് പോകുമ്പോൾ വാല്യൂ എഞ്ചിനീയറിംഗ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 8 ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആ ഒരു യൂണിറ്റിൽ നിന്ന്. സോ ലേറ്റസ്റ്റ് ആയിട്ട് ഡിസംബർ 2025 വന്നിട്ടുണ്ട്. ആൻഡ് അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ അത് ഒരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയ ആണ്. ഇനി ബ്ലോക്ക് 4ലേക്ക് വരുമ്പോൾ യൂണിറ്റ് 12, 13, 14 പർച്ചേസ് സിസ്റ്റം ആൻഡ് പ്രൊസീജിയർ ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ് ആണ്. 7 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലോളം ചോദിച്ചിട്ടുണ്ട്. അതും ഒരു ഹൈ ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക് ആണ്. ഇന്ന് സ്റ്റാൻഡർഡൈസേഷൻ, കോഡിഫിക്കേഷൻ ആൻഡ് വെറൈറ്റി റിഡക്ഷൻ ആണ്. ഒരു 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഹൈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇനി വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു 5 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. സോ അതൊരു മീഡിയം ഇമ്പോർട്ടൻസ് വരുന്ന ടോപ്പിക് ആണ്. അടുത്തത് യൂണിറ്റ് ഫ്രീക്വൻസി ഓവർവ്യൂ ആണ്. സോ നമ്മൾ ഇത്രയും പറഞ്ഞതിന്റെ ഒരു ഓവർവ്യൂ ആണ് ഇവിടെ ചെയ്യുന്നത്. സോ ഈ ഒരു യൂണിറ്റ് ഫ്രീക്വൻസി ഓവർവ്യൂ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിൽ നോക്കാം. നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇമ്പോർട്ടൻസ്, ആ റെഡ് ഷെയ്ഡ് വരുന്നത് ഹൈ ഈൽഡ് ആയിട്ടുള്ള അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതേപോലെ മീഡിയം ആണ് ആ ഒരു യെല്ലോ ഗോൾഡ് എന്ന ഷെയ്ഡിൽ വന്നിട്ടുള്ളത്. സോ ഇതിൽ നമുക്ക് നോക്കാം യൂണിറ്റ് 5, യൂണിറ്റ് 8, യൂണിറ്റ് 9, 11, 12, 13 ഇത്രയും യൂണിറ്റ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് 100% വരാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത്രയും ഹൈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ടോപ്പിക് ആണ്, യൂണിറ്റുകളാണ്. ബാക്കിയുള്ള യൂണിറ്റ്സ് എല്ലാം എന്ന് പറയുന്നത് എല്ലാം മീഡിയം ലെവലാണ്. നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ നോക്കി അറിയാം, ദാറ്റ് ഇസ് ഒരു ലോ ഈൽഡ് അല്ലെങ്കിൽ വരാൻ ചാൻസ് കുറവായിട്ടുള്ള യൂണിറ്റുകൾ തീരെ ഇല്ല. എല്ലാ യൂണിറ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെ ഈ ഒരു സബ്ജക്റ്റിന് വരുന്നുണ്ട്. ആൻഡ് ഇനി ടോപ്പ് 5 മോസ്റ്റ് റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻസ് നോക്കാം. അത് മെയിൻലി വന്നിട്ടുള്ളത് ഒന്ന് യൂണിറ്റ് 11 നിന്നും, പിന്നെ ഒരു 8 പ്രാവശ്യം 8 ക്വസ്റ്റ്യൻ പേപ്പറിൽ 8ലും വന്നിട്ടുണ്ട്. പിന്നെ യൂണിറ്റ് 12 ആണെങ്കിൽ ഒരു 7 ടൈംസ് വന്നിട്ടുണ്ട്. കപ്പാസിറ്റി പ്ലാനിങ് യൂണിറ്റ് 9 ആണെങ്കിൽ ഒരു 6 ടൈംസ് വന്നിട്ടുണ്ട്. പിന്നെ യൂണിറ്റ് 8 ഒരു 6 ടൈംസ്, പിന്നെ യൂണിറ്റ് 5 ആണെങ്കിലും ഒരു 6 ടൈംസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഇനി മെയിൻലി വരുന്നത് നമ്മുടെ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്. സോ ഇതിൽ നമുക്ക് ഹൈ പ്രോബബിലിറ്റി അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ അതില് പ്രോഡക്റ്റ് സെലക്ഷൻ ആ ഒരു യൂണിറ്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് വരുന്നത് പർച്ചേസ് ആ ഒരു യൂണിറ്റ് ആണ്. അത് നമുക്ക് മെയിൻലി 3 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതില് 2 ക്വസ്റ്റ്യൻസ് അത്രയും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് അതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ വാട്ട് ആർ ദ കോമൺ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി പർച്ചേസിംഗ് ഫംഗ്ഷൻ, എക്സ്പ്ലെയിൻ ദ ആക്ടിവിറ്റീസ് റിക്വയറിംഗ് ലീഗൽ ആസ്പെക്ട്സ്, ഡിസ്കസ് പർച്ചേസ് റിക്വസിഷൻ ടൈം. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഇൻവെന്ററി, വാട്ട് ആർ ദ വേരിയസ് ഫങ്ഷൻസ് ഓഫ് ഇൻവെന്ററി, ഹൂ ഷുഡ് ബി റെസ്പോൺസിബിൾ ഫോർ ഇൻവെന്ററി കൺട്രോൾ. സോ ഈ 2 ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ വാട്ട് ഈസ് ആൻ എക്സ്ചേഞ്ച് കർവ് ഇൻ ഇൻവെന്ററി മാനേജ്മെന്റ്, ഹൗ ഡസ് ഇറ്റ് ഹെൽപ്പ് ഇൻ ഡിറ്റർമൈനിങ് ഒപ്റ്റിമൽ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ടോട്ടൽ ഇൻവെന്ററി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ഓർഡേഴ്സ്. സോ ഈ 3 ക്വസ്റ്റ്യനും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം ഈ ഒരു യൂണിറ്റിൽ കേട്ടോ. ഇനി ഇതിന്റെ ഫുൾ ആൻസർ ബ്ലൂ പ്രിന്റ്സും അതേപോലെ അതിന്റെ ഫ്രെയിം സ്കോറിംഗ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു PYQ UA ബുക്ക്ലെറ്റിൽ നമുക്ക് അതിൽ കാണാൻ പറ്റും. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു യൂണിറ്റിലേക്ക് പോകുമ്പോൾ ഓപ്പറേഷൻസ് അതിന്റെ യൂണിറ്റിലേക്ക് പോകുന്ന സമയത്ത് 2 ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് അതിലൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സർവീസസ് ആൻഡ് ഗുഡ്സ് പ്രൊഡക്ഷൻ, വൈ ഈസ് ഇറ്റ് മോർ ഡിഫിക്കൽട്ട് ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ഓഫ് എ സർവീസ് സിസ്റ്റം കമ്പയർഡ് ടു എ പ്രൊഡക്ഷൻ സിസ്റ്റം. അടുത്തത് എക്സ്പ്ലെയിൻ ദ ഫ്രെയിംവർക്ക് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിംഗ് ആൻഡ് കൺട്രോൾ വിത്തിൻ എ പ്രൊഡക്ഷൻ
system, what are the strategic decisions in operations management? So ഈ രണ്ട് ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നോക്കി പോകേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി അടുത്തത് വരുന്നതാണ് മൂന്നാമത്തേന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് സെലക്ഷൻ ആൻഡ് പ്രോസസ് സെലക്ഷനിൽ വരുന്നതാണ്. സോ അതിൽ നമുക്ക് ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന രണ്ട് ക്വസ്റ്റ്യൻസ്. അതിലൊന്ന് ഡിഫൈൻ പ്രോഡക്റ്റ് സെലക്ഷൻ, എക്സ്പ്ലെയിൻ ദ പ്രോഡക്റ്റ് സെലക്ഷൻ പ്രോസസ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് കോസ് ഓർഗനൈസേഷൻ ടു റീഡിസൈൻ ദെയർ പ്രോഡക്റ്റ് ഓർ സർവീസസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ഇന്റർമിഡിയറ്റ് ഫ്ലോ പ്രോസസ്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഫ്ലോ ഓർ കണ്ടിന്യൂസ് പ്രോസസിംഗ് ആൻഡ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്. ഇനി അടുത്തത് പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഫോർ മാസ് പ്രൊഡക്ഷനിൽ വരികയാണെങ്കിൽ വരുന്ന രണ്ട് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. അതിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതെന്ന് ആ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ മാസ് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് മാസ് പ്രൊഡക്ഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഇസ് അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടന്റ് ഇൻ മീറ്റിംഗ് കസ്റ്റമർ ഡിമാൻഡ്, എക്സ്പ്ലെയിൻ ഹൗ പ്രൊഡക്ഷൻ സ്ട്രാറ്റജീസ് അഫക്ട് ഇൻവെന്ററി ആൻഡ് ഷോർട്ടേജ് കോസ്റ്റ്. ഇനി അടുത്തത് പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഫോർ ബാച്ച് പ്രൊഡക്ഷനിലേക്ക് പോകുന്ന സമയത്ത് രണ്ട് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. രണ്ട് ക്വസ്റ്റ്യൻസും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ഏതൊക്കെയാന്ന് നോക്കാം. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ബാച്ച് പ്രൊഡക്ഷൻ, എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്, അണ്ടർ വാട്ട് കണ്ടീഷൻസ് ഇസ് ബാച്ച് പ്രൊഡക്ഷൻ ജസ്റ്റിഫൈഡ്. ഇനി അടുത്ത വരുന്നത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മാസ് ആൻഡ് ബാച്ച് പ്രൊഡക്ഷൻ, അണ്ടർ വാട്ട് കണ്ടീഷൻ ഇസ് ബാച്ച് പ്രൊഡക്ഷൻ ജസ്റ്റിഫൈഡ്. സോ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു യൂണിറ്റിലേക്ക് പോകുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് കപ്പാസിറ്റി പ്ലാനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. രണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ കപ്പാസിറ്റി ആൻഡ് കപ്പാസിറ്റി പ്ലാനിങ്, എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓർ സ്റ്റെപ്സ് ഓഫ് കപ്പാസിറ്റി പ്ലാനിങ്, ഹൗ ഡു യു ഇക്കണോമിക് ആൻഡ് റിസ്ക് അനാലിസിസ് ഇൻഫ്ലുവൻസ് കപ്പാസിറ്റി പ്ലാനിങ്. ഇനി അടുത്തത് വാട്ട് ആർ ദ വേരിയസ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് ടു ഫോർകാസ്റ്റ് ലോങ് ടേം ആൻഡ് മീഡിയം ടേം ഡിമാൻഡ് ഫോർ പ്രൊഡക്റ്റിംഗ് ഫ്യൂച്ചർ കപ്പാസിറ്റി റിക്വയർമെന്റ്സ്. ഇനി നെക്സ്റ്റ് വർക്ക് ആൻഡ് ജോബ് ഡിസൈനിലേക്ക് പോകുമ്പോൾ രണ്ട് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. അതിൽ ഒരെണ്ണം മോസ്റ്റ് റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ concept of job design, discuss the various technological factors for effective job design, how was management viewed job design since the industrial revolution. അടുത്തത് explain the procedure of work measurement, explain any two techniques of work measurement. ഇനി അടുത്തതായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള യൂണിറ്റ് ആണ് വാല്യൂ എഞ്ചിനീയറിംഗ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്. രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടും അതേപോലെ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അതിലൊന്നെന്ന് പറയുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് വാല്യൂ എഞ്ചിനീയറിംഗ്, സ്റ്റേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂ എഞ്ചിനീയറിംഗ് ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ, എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് വാല്യൂ എഞ്ചിനീയറിംഗ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. ഇനി അടുത്തത് വാല്യൂ എഞ്ചിനീയറിംഗ് ഇസ് മോർ ഓഫ് എ ഹ്യൂമൻ റിലേഷൻസ്, ടീം ബിൽഡിംഗ് ആൻഡ് മോട്ടിവേഷൻ പ്രോഗ്രാം ദാൻ എനിത്തിങ് എൽസ്. എക്സ്പ്ലെയിൻ ദ ബിഹേവിയറൽ ആൻഡ് ഓർഗനൈസേഷണൽ ആസ്പെക്ട് ഓഫ് വാല്യൂ എഞ്ചിനീയറിംഗ്. സോ ഈ രീതിയിലാണ് നമുക്ക് മെയിൻലി ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഇത് ഈ ഒരു രണ്ട് ക്വസ്റ്റ്യൻസും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് ഫെസിലിറ്റീസ് ലൊക്കേഷൻ ആണ്. അതിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ആൻഡ് അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ഫെസിലിറ്റി ലൊക്കേഷൻ, വെൻ ഡസ് എ ലൊക്കേഷൻ ഡിസിഷൻ അറൈസ്, കമന്റ് ഓൺ റൂറൽ, സെമി urban ആൻഡ് urban ഏരിയാസ് ഫോർ പ്ലാന്റ് ലൊക്കേഷൻ. അടുത്തത് ഫെസിലിറ്റീസ് ലേ ഔട്ട് ആൻഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആണ്. സോ അതിലും ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ആ ഒരു ക്വസ്റ്റ്യൻ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാൻ ലേ ഔട്ട്, ഡിസ്കസ് ദ ടൈപ്സ് ഓഫ് ലേ ഔട്ട് ആൻഡ് ലേ ഔട്ട് പ്രോബ്ലംസ്, ഹൗ ഡസ് എ സെല്ലുലർ ലേ ഔട്ട് ഡിഫർ ഫ്രം എ പ്രോസസ് ലേ ഔട്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ആ ഒരു യൂണിറ്റിൽ നിന്ന് മെയിൻ ആയിട്ട് വരുന്നത്. സോ ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ ടോപ്പിക്സും ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ കവർ ചെയ്ത് പോവുക. കാരണം ഇത് ഒരിക്കലും ഈ പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ഒന്നും ഒരിക്കലും മിസ്സാക്കരുത്. ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ കവർ ചെയ്യാൻ, ഡീറ്റെയിൽ ആയിട്ട് തന്നെ കവർ ചെയ്ത് പോവുക. ആൻഡ് അഡീഷണലി ബാക്കി നിങ്ങളുടെ ടൈം അനുസരിച്ച് നമ്മൾ ദാറ്റ് ഇസ് ലോ ഇതിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റുകളൊക്കെ നിങ്ങൾ കവർ ചെയ്യാൻ വേണ്ടി ടൈം അനുസരിച്ച് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. സോ ഇനി നമ്മളിവിടെ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രൊഡക്റ്റീവ് പ്രാക്ടീസ് സെറ്റ് ആണ്. സോ ഇത് ഒരു മോക്ക് പേപ്പർ പോലെയാണ് നമ്മൾ വരുന്നത്. ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ആൻഡ് ഇതിന്റെ ഫുള്ളി വർക്ക്ഡ് ആൻസേഴ്സ് നമുക്ക് നമ്മുടെ ലേൺവൈസിൽ അവൈലബിൾ ആയിരിക്കും.
സോ ഇതിൽ ഫസ്റ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ പ്രോബബിലിറ്റി വെച്ചിട്ടുള്ള സെറ്റ് പേപ്പർ ആണ്. സോ 3 മണിക്കൂർ എക്സാം ആണ്. ഇനി 5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്. 20 മാർക്സ് സെയിം നമ്മുടെ എക്സാം പാറ്റേൺ തന്നെയാണ് വരുന്നത്. സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് വാല്യൂ എഞ്ചിനീയറിംഗ്, ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഫ്രം കോസ്റ്റ് റിഡക്ഷൻ, ഡിസ്ക്രൈബ് ദ വാല്യൂ എഞ്ചിനീയറിംഗ് പ്രോസസ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ മോഡേൺ മാനുഫാക്ചറിംഗ്. യൂണിറ്റ് ലെവലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് what do you understand by mass production, explain the advantages and disadvantages of mass production, under what conditions is mass production preferred over batch production. So ഈ ഒരു ക്വസ്റ്റ്യനും നമുക്ക് യൂണിറ്റ് 5 നിന്നാണ് വരുന്നത്. ഇനി അടുത്തത് ഡിഫൈൻ കപ്പാസിറ്റി ആൻഡ് കപ്പാസിറ്റി പ്ലാനിംഗ്, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദി പ്രോസസ് ഓഫ് കപ്പാസിറ്റി പ്ലാനിംഗ്, വാട്ട് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് ആർ യൂസ്ഡ് ടു പ്രെഡിക്ട് ഫ്യൂച്ചർ കപ്പാസിറ്റി റിക്വയർമെന്റ്സ്. സോ യൂണിറ്റ് 9 എന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അടുത്തത് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഇൻവെന്ററി ആൻഡ് ഇറ്റ്സ് വേരിയസ് ഫംഗ്ഷൻസ്, ഡിസ്കസ് ഇൻവെന്ററി റിലേറ്റഡ് കോസ്റ്റ് ആൻഡ് ഹൗ ദേ ഇൻഫ്ലുവൻസ് ഇൻവെന്ററി ഡിസിഷൻസ്. യൂണിറ്റ് 12 നിന്നാണ് വന്നിട്ടുള്ളത്. ഇനി അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഡിഫൈൻ പ്ലാൻ ലേഔട്ട് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഒബ്ജക്റ്റീവ്, enumерate the basic type of plan layout and explain how a cellular layout differ from a process layout. യൂണിറ്റ് 4 നിന്നാണ്. അടുത്തത് what do you understand by codification, explain the various objectives of a codification system, discuss the benefits of standardization in material management. യൂണിറ്റ് 13 ആണ്. അടുത്തത് ഷോർട്ട് നോട്ട് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അതിൽ നമുക്ക് മിക്സഡ് എല്ലാ യൂണിറ്റിനും ഉള്ള ഷോർട്ട് നോട്ട്സ് ഉണ്ടാവും. സോ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ എനി 3 ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഒന്നില്ലെങ്കിൽ PERT and CPM, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ജോബ് പ്രൊഡക്ഷൻ, വർക്ക് മെഷർമെന്റ് ടെക്നിക്സ്, വേസ്റ്റ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ദി IOW മോഡൽ ആൻഡ് പ്രോഡക്റ്റ് ഡിസൈൻ കൺസിഡറേഷൻസ്. ഇതിൽ നിന്ന് ഏതെങ്കിലും 3 എണ്ണമാണ് എഴുതേണ്ടത്. സോ ഇതാണ് ഒരു പ്രാക്ടീസ് സെറ്റ് A ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്രാക്ടീസ് സെറ്റ് B ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് സർപ്രൈസ് റെഡി പേപ്പർ ആണ്. സോ ഇത് നമുക്ക് സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാല്യൂ എഞ്ചിനീയറിംഗ് ഇസ് മോർ ഓഫ് എ ഹ്യൂമൻ റിലേഷൻ, ടീം ബിൽഡിംഗ് ആൻഡ് മോട്ടിവേഷൻ പ്രോഗ്രാം ദാൻ എനിത്തിങ് എൽസ്. എക്സ്പ്ലെയിൻ ദ ബിഹേവിയറൽ ആൻഡ് ഓർഗനൈസേഷണൽ ആസ്പെക്ട് ഓഫ് വാല്യൂ എഞ്ചിനീയറിംഗ്. ഓൾസോ ഡിസ്കസ് ദി ഫംഗ്ഷൻ അനാലിസിസ് സിസ്റ്റം ടെക്നിക്, ദാറ്റ് ഇസ് FAST ടെക്നിക്കും കൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് യൂണിറ്റ് 6, അത് യൂണിറ്റ് 11 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ യൂണിറ്റ് 6 നിന്നാണ് ഡിഫൈൻ ബാച്ച് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, അണ്ടർ വാട്ട് കണ്ടീഷൻ ഇസ് ബാച്ച് പ്രൊഡക്ഷൻ ജസ്റ്റിഫൈഡ്, ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഫ്രം മാസ് പ്രൊഡക്ഷൻ. ഇനി അടുത്തത് യൂണിറ്റ് 1 നിന്നാണ് എക്സ്പ്ലെയിൻ ദ മേജർ ഡിസ്റ്റിങ്ഷൻസ് ബിറ്റ്വീൻ എ മാനുഫാക്ചറിംഗ് എന്റർപ്രൈസ് ആൻഡ് എ സർവീസ് ഓർഗനൈസേഷൻ, വൈ ഇസ് ഇറ്റ് മോർ ഡിഫിക്കൽട്ട് ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ഓഫ് എ സർവീസ് സിസ്റ്റം കമ്പയർഡ് ടു എ പ്രൊഡക്ഷൻ സിസ്റ്റം. ഇനി അടുത്തത് യൂണിറ്റ് 8 നിന്ന് പ്രോജക്ട്സ് ആർ നോൺ റിപ്പീറ്റീവ് ലാർജ് ടാസ്ക്, എക്സ്പ്ലെയിൻ പ്രോജക്ട് പ്ലാനിംഗ് ത്രൂ ഐഡന്റിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് ദെയർ ഇന്റർ റിലേഷൻഷിപ്സ്, അണ്ടർ വാട്ട് സർക്കംസ്റ്റൻസസ് വുഡ് യു യൂസ് PERT ആസ് ഒപ്പോസ് ടു CPM. ഇനി അതിന്റെ കണ്ടിന്യൂവേഷൻ യൂണിറ്റ് 40 നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഇറ്റ്സ് കോംപ്ലിമെന്ററി റിലേഷൻഷിപ്പ് വിത്ത് റിസോഴ്സ് മാനേജ്മെന്റ്, ഡിസ്ക്രൈബ് ദി IOW മോഡൽ. അടുത്ത യൂണിറ്റ് 3 നിന്ന് വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ഫെസിലിറ്റി ലൊക്കേഷൻ, വെൻ ഡസ് എ ലൊക്കേഷൻ ഡിസിഷൻ അറൈസ്, ഡിസ്കസ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് പ്ലാൻ ലൊക്കേഷൻ ഡിസിഷൻസ് ഇൻക്ലൂഡിംഗ് ലൊക്കേഷണൽ ബ്രേക്ക് ഈവൻ അനാലിസിസ്. അടുത്തത് ലൈക്ക് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു ഷോർട്ട് നോട്ട് എന്നൊരു പാറ്റേൺ ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഇനി 3 ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. സോ അതിൽ ഒന്നാമത്തെ ഓട്ടോമേഷൻ ആൻഡ് റോബോട്ടിക്സിനെ കുറിച്ച് എഴുതാനാണ് ഇൻ മാനുഫാക്ചറിംഗ്, പിന്നെ വെണ്ടർ ഇവാലുവേഷൻ ആൻഡ് റേറ്റിംഗിനെ കുറിച്ച്, പിന്നെ എക്സ്ചേഞ്ച് കർവ് ഇൻ ദ ഇൻവെന്ററി മാനേജ്മെന്റ്, പിന്നെ ലൊക്കേഷണൽ ബ്രേക്ക് ഈവൻ അനാലിസിസ്, പിന്നെ ജോബ് ഡിസൈൻ ഫാക്ടേഴ്സ്. സോ ഇനി നമ്മുടെ ഒരു ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ് ആണ്. അതായത് ഹൈ ലെവലായിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ആൻസേഴ്സും കാര്യങ്ങളൊക്കെ സ്ട്രക്ചർ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒരു ഇൻട്രോ നമ്മൾ എപ്പോഴും ഒരു ഇൻട്രോ കൊടുക്കണം, അതേപോലെ ഒരു ബോഡി പാർട്ട് ഉണ്ടായിരിക്കണം ഒരു ആൻസറിന്, ആൻഡ് ഫൈനലി നമ്മൾ അത് കൺക്ലൂഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അതിന്റെ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ നമുക്ക് വരേണ്ടത്. ആൻഡ് ഒരു 20 മാർക്സ് ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 500 to 600 വേർഡ് ലിമിറ്റ് നമുക്ക് അവിടെ ഉണ്ടായിരിക്കണം. അപ്പം ഇൻട്രോ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മെയിൻലി ആ ഒരു കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാം, ആൻഡ് വൈ ഇറ്റ് മാറ്റേഴ്സ് എന്നുള്ളത് കൊടുക്കുക, അതേപോലെ അതിന്റെ ആ ഒരു സ്കോപ്പും കൂടെ നമ്മൾ അവിടെ കൊടുക്കുക. ഒരു 2-3 സെന്റൻസിലൊക്കെ നമുക്കൊരു ഇൻട്രോ കൊടുക്കാൻ പറ്റും. പിന്നെ അതിന്റെ ബോഡി പാർട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു 4 to 6 പോയിന്റ്സ് ഒക്കെ ആയിട്ട്, അതായത് നമ്മളിപ്പോൾ ഓരോന്നും എങ്ങനെയാണ് ഒരു ബ്രീഫ് എക്സ്പ്ലെയിൻ, ഓരോ പോയിന്റും ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, അതിന്റെ ടോപ്പിക് സെന്റൻസുകൾ കൊടുക്കുക, നമുക്ക് എക്സാമ്പിൾസ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഇനി കൺക്ലൂഷനിലേക്ക് വരുന്ന സമയത്ത് ഒരു 2-3 സെന്റൻസ് കൊണ്ട് കൺക്ലൂഡ് ചെയ്യുക, അതായത് അതിന്റെ ആ ഒരു സിഗ്നിഫിക്കൻസും ലൈക്ക് എല്ലാ കാര്യങ്ങളും എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്താ ആ ഒരു നല്ല രീതിയിൽ ആ ഒരു ആൻസറിനെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്.
ഇനി അടുത്തത് നമ്മളൊരു തിയറി ആൻഡ് ഡിസ്കഷൻ ആൻസേഴ്സ് ഒക്കെ സ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് ഇപ്പൊ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണെങ്കിൽ ഇപ്പം ഡിഫൈൻ ദ തിയറി പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യുക, അതായത് ആരാണ് അല്ലെങ്കിൽ എന്താണെന്നുള്ളതൊക്കെ ഡിഫൈൻ ചെയ്യുക. പിന്നെ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് കോർ ആയിട്ടുള്ള കോമ്പോണൻസ് എന്തൊക്കെയാണ് അതൊക്കെ നമുക്ക് നമ്മുടെ SLM കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് നമുക്കത് റെഫർ ചെയ്യാവുന്നതാണ്. സോ അത് ഓരോ കോമ്പോണൻസ് സ്റ്റേജസ് ഒക്കെ നമ്മൾ കവർ ചെയ്യാം. ആൻഡ് അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് നമുക്കിപ്പോൾ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിന്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ അതിന്റെ ക്രിറ്റിസിസംസ് ഉണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇപ്പം അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആ തിയറിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള എന്തെങ്കിലും ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാക്ടീസോ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും കൂടെ നമുക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. ഇനി അപ്പം ഡിസ്കസ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുകയാണെങ്കിൽ മെയിൻലി നമുക്ക് അതിന്റെ ഒരു ഡിഫറൻസ് പറയും. ഇപ്പം ഡിസ്കസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള അനാലിസിസ് ആണ്. നമുക്ക് ഓരോ കാര്യം അതിന്റെ അഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പെർസ്പെക്ടീവ്സ് നമുക്ക് അതിൽ കൊടുക്കാൻ വേണ്ടി പറ്റും. ഒരു സ്കോപ്പ് എല്ലാം നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻലി എന്ത് ചെയ്യുക, ആ ഒരു ഡെപ്തും ക്ലാരിറ്റിയാണ് അവർക്ക് അവിടെ വേണ്ടത്. അപ്പൊ നമ്മൾ അതിനെ ഓരോ കോമ്പോണൻസ് ആയിട്ട് ബ്രേക്ക് ചെയ്യുക, അതിനുശേഷം അത് എങ്ങനെയാണ് കണക്റ്റഡ് ആവുന്നത് ആ രീതിയിലായിരിക്കണം എക്സ്പ്ലെയിൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ആൻഡ് കാരണം നമ്മളത് ഈ രണ്ടും പ്രോപ്പർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഡിസ്കസ് എന്ന് പറയുന്നതും എക്സ്പ്ലെയിൻ എന്ന് പറയുന്നതും തമ്മിലുള്ള ഡിഫറൻസ് അത് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഓരോ ആൻസേഴ്സും ചെയ്യേണ്ടത്. ഇനി മെയിൻലി നമ്മുടെ ടൈം മാനേജ്മെന്റ് ഡ്യൂറിംഗ് ദ എക്സാം ആണ്. സോ അതിൽ ഫസ്റ്റ് 5 minutes നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും കെയർഫുള്ളി നന്നായിട്ട് വായിക്കും. 2-3 പ്രാവശ്യം നമ്മൾ ചിലപ്പോൾ ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടിയെന്ന് വരില്ല, കാരണം ചിലപ്പോൾ ടെൻഷനൊക്കെ കൊണ്ട്. അപ്പൊ നമ്മൾ 2-3 പ്രാവശ്യം ആ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് പരിചിതമാവുന്ന വരെ നല്ല രീതിയിൽ വായിക്കുക. ആൻഡ് നമുക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. ആൻഡ് ഓരോ ആൻസേഴ്സും നമ്മൾ എന്ത് ചെയ്യുക ഒരു 30 minutes നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇൻട്രൊഡക്ഷൻ ബോഡി കൺക്ലൂഷൻ എന്ന രീതിയിലായിരിക്കണം നമ്മൾ എഴുതി പോകേണ്ടത്. ദാറ്റ് ഇസ് ആ ഒരു 30 minutes നമ്മൾ അതൊക്കെ എഴുതി തീർക്കാം. പിന്നെ നമ്മൾ ഓരോ ഒരു ലാസ്റ്റിലേക്ക് ഇതൊക്കെ പോകുന്ന സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുക ഒരു 6 minutes ഒക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആ ഓരോ ആൻസേഴ്സും റിവ്യൂ ചെയ്യുക. നമ്മൾ എന്തെങ്കിലും മിസ് ഔട്ട് ഉണ്ടോ, ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ടോ, അതേപോലെ പ്രോപ്പറായിട്ട് എല്ലാം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ, ഓരോ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞിട്ട് അടുത്ത ആൻസറിലേക്ക് കറക്റ്റ് ആയിട്ട് നമുക്കത് മനസ്സിലാവുന്നുണ്ടോ, ആ ഒരു ഡിഫറൻസ് കറക്ഷൻസ് ഉണ്ടോ, എന്തെങ്കിലും മിസ്സിംഗ് വേർഡ്സ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവോ, എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് ചെക്ക് ചെയ്യുക ഒരു 6 minutes ഒക്കെ എടുത്തിട്ട്. പിന്നെ ഒരു 15 minutes നമ്മൾ എന്ത് ചെയ്യുക എല്ലാ ആൻസേഴ്സും റിവ്യൂ ചെയ്യാം. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരുപാട് റീറൈറ്റ് ചെയ്ത് ഇങ്ങനെ വെട്ടിക്കോളാക്കിയൊന്നും എഴുതാൻ നിൽക്കരുത്. ചെറിയ ചെറിയ കറക്ഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുക. അതേപോലെ നന്നായിട്ട് എല്ലാ ആൻസേഴ്സും ഒന്ന് റിവ്യൂ ചെയ്യുന്നത് ഒരു 15 minutes എടുത്തിട്ട് റിവ്യൂ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്കൊരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് നമുക്ക് മെയിൻലി ക്വാളിറ്റി ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മളിപ്പോ ആര് വലിച്ച് കുറെ അങ്ങോട്ട് എഴുതണമെന്നും എന്നിപ്പോ ഒരു 400 words ഉള്ളൂ വെച്ചാൽ വെൽ സ്ട്രക്ചർ ആയിട്ട് ആൻസർ അപ്പ് പോയിന്റ് എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ. സോ ആ രീതിയിൽ നമുക്ക് ആൻസേഴ്സ് ചെയ്യാം. സോ ഇനി നമുക്ക് ഈ ഒരു ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മോഡൽ ആൻസേഴ്സ് പ്രാക്ടീസ് സെറ്റ് എ സെറ്റ് ബിയുടെ ഉണ്ട്. ആൻഡ് അതിന് കംപ്ലീറ്റ് PYQ ബുക്ക്ലെറ്റ് നമുക്ക് എല്ലാത്തിന്റെയും ഒരു കംപ്ലീറ്റ് PYQ ബുക്ക്ലെറ്റ് നമുക്ക് ആൻസേഴ്സ് കൂടിയിട്ടുള്ള ബ്ലൂ പ്രിന്റ്സ് ദാറ്റ് ഇസ് അവൈലബിൾ ആണ്. അതേപോലെ നമുക്ക് എക്സാമിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൻസർ പ്രസന്റേഷന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസും എല്ലാം നമുക്ക് എക്സാം സ്ട്രാറ്റജീസും എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾക്കും എന്ത് സപ്പോർട്ടിനും എന്ത് ഗൈഡൻസിനും ഒരു പേഴ്സണലൈസ്ഡ് സപ്പോർട്ട് തന്നെയാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് ഗൈഡൻസ് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ പാക്കുകൾ നമ്മളിപ്പം അഡീഷണലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ വരാൻ ഹൈ പ്രോബബിൾ ആയിട്ട് വരാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു അഡീഷണലി നമ്മളത് ആക്സസ് അതായത് നമ്മുടെ ലേണേഴ്സിന് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇതെല്ലാം നമുക്ക് ഒരു എക്സാമിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇപ്പം നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ഒരു PYQ അല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസും ഇതെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടും നല്ല രീതിയിലും കോൺഫിഡന്റ് ആയിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാംസ് കവർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് അതേപോലെ നമുക്ക് ലേൺവൈസിൽ എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ നമ്മളോട് താഴെ കൊടുത്തിട്ടുണ്ട്. കോൾ ഓർ വാട്സ്ആപ്പ് ആ ഒരു 7592939616 എന്ന നമ്പറിലേക്ക് കോൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്തിട്ടും നമുക്ക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാവുന്നതാണ്. ഇനി മെയിൻലി നമ്മുടെ ലേൺവൈസിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ലേൺവൈസിൽ ദാറ്റ് ഇസ് വാട്ട് യു അൺലോക്ക് ഇൻസൈഡ് ലേൺവൈസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് സെറ്റ് എ സെറ്റ് ബി എന്ന് പറയുന്നതിന്റെ ഫുൾ ആൻസേഴ്സ് ദാറ്റ് ഇസ് വർക്ക് ചെയ്തിട്ടുള്ള ഫുൾ ആൻസേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് കംപ്ലീറ്റ് PYQ UAയുടെ ബുക്ക്ലെറ്റ് നമ്മൾ ഡീറ്റെയിൽഡ് ആൻസേഴ്സ് വെച്ചിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ഡീറ്റെയിൽഡ് ആൻസേഴ്സ് വെച്ചിട്ടുള്ള ബുക്ക്ലെറ്റ് അവൈലബിൾ ആണ്. അതേപോലെ എക്സ്ട്രാ ആയിട്ട് ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാം സെഷൻസിന്റെ നിന്നുള്ള അതിൽ നിന്ന് ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ സ്ട്രക്ചേർഡ് ഗൈഡൻസ് ഓരോ ആൻസേഴ്സ് പ്രസന്റ് ചെയ്യാനും എങ്ങനെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചേർഡ് ഗൈഡൻസ് നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് എന്ത് ഡൗട്ട്സിനും നിങ്ങൾക്ക് എക്സാം റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എക്സാമിന് അന്നാണെങ്കിലും അതിന് മുന്നാണെങ്കിലും എന്ത് ഡൗട്ട്സിനും
ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാനും എല്ലാം പ്രോപ്പറായിട്ട് മനസ്സിലാക്കി തരാനും ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു മെന്റർ സപ്പോർട്ടും കൂടെ നമ്മുടെ ലേൺവൈസിൽ അവൈലബിൾ ആണ്. ആൻഡ് ആക്സസ് ടു ദി ലേൺവൈസ് അഡ്വാൻസ് ലേണിംഗ് എക്കോസിസ്റ്റം. സോ നിങ്ങൾക്ക് ലേൺവൈസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ താഴെ തന്നിട്ടുള്ള നമ്പറിൽ കണക്ട് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ ഈ ഒരു സെഷൻ അങ്ങനെ ഫൈനലി വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ നിങ്ങൾക്ക് ഇതിൽ അപ്പം എന്തെങ്കിലും ഇനി എന്തെങ്കിലും ഓരോ സബ്ജക്ട്സിന് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ടോപ്പിക്കോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സ് എല്ലാം ഹെൽപ്പ് ചെയ്യും. സോ എല്ലാവരും നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ മെന്റേഴ്സിനെ കണക്ട് ചെയ്യാം. ഈ ലേൺവൈസിലേക്ക് ജോയിൻ ചെയ്യാൻ ഈ നമ്മൾ കൊടുക്കുന്ന എല്ലാ അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ നമ്മൾ ലേൺവൈസിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് കോൾ അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി കണക്ട് ചെയ്താൽ മതി. സോ നമ്പർ 7592939616 ആണ്. സോ നമ്മുടെ ടീം ലേൺവൈസ് ടീം നിങ്ങൾ ഓരോ ലേണേഴ്സിന്റെയും കംപ്ലീറ്റ് അതായത് എൻറോൾമെന്റ് തൊട്ട് എക്സാം പ്രിപ്പറേഷൻസ് അസൈൻമെന്റ്സ് അതേപോലെ നമ്മുടെ കോൺവെക്കേഷൻ വരെ നമ്മൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഗൈഡൻസും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ ടീം തന്നെ നമുക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. സോ വൺസ് അഗെയിൻ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ TE. സോ നല്ല രീതിയിൽ ഈ നമ്മളിപ്പോ ഈ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അതെല്ലാം മിസ്സാക്കാതെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, ഫോക്കസ് ആയിട്ട് ഇരിക്കുക, അതേപോലെ ടെൻഷൻ ആവാതെ നല്ല രീതിയിൽ ഈ ഒരു MMPC 009 എന്ന് പറയുന്ന ഈ ഒരു പേപ്പറും ഇനിയുള്ള നിങ്ങളുടെ എല്ലാ പേപ്പേഴ്സും എഴുതാൻ പറ്റട്ടെ. സോ കൂടുതൽ വീഡിയോസ് നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാ സബ്ജക്ട്സിന്റെയും. സോ വൺസ് അഗെയിൻ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഗുഡ് ലക്ക്. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ IGNOUയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.